മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ്. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചൊരു ഗ്ലാസ് കപ്പ്, പിന്നെ 3-4 ഓറഞ്ചിൻ്റെ ജ്യൂസാണിത്, പിന്നെ ചെറിയൊരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളുടെ സാലാഡ് കുക്കുമ്പർ ഉണ്ടല്ലോ, വെള്ളരിക്ക, കക്കിരിക്ക എന്നും പറയും, അതൊന്നും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേൻ വേണം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഏലക്കായ. അപ്പോൾ നമുക്കിത് തോല് കളഞ്ഞ് മുറിച്ചെടുത്തിട്ട് വരാം. അതേപോലെ ആപ്പിൾ നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇത് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാനിതിവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കുക്കുമ്പർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആപ്പിളും കുക്കുമ്പറും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ ശരീരത്തിന് നല്ലോണം ഉഷ്ണമെല്ലാം പോയി നല്ലൊരു കുളിർമ തരുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത്, ഇനി നമ്മൾക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇനി നമ്മൾക്ക് ഏലക്കയുടെ ഉള്ളിലെ കുരു മാത്രം ചേർത്ത്, ഇനി നമുക്ക് മൂടി വെച്ച് നല്ലോണം അടിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള തേനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു ജ്യൂസ് തന്നെ കിട്ടും. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. ആരോഗ്യത്തിന് നല്ലതാണ്. ഈ കാലാവസ്ഥയ്ക്ക് പ്രത്യേകിച്ചും നല്ലതാണ്. ഇങ്ങനത്തെ ഒരു ജ്യൂസൊക്കെ കുടിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.